പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല സമയത്തെ ഓർത്ത് വലിയവനായ ദൈവത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്തുതിക്കാം. നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം. ഇത് നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി തന്ന മനോഹരമായ സമയമാണ്. ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സവിശേഷമാർന്നതും ഏറ്റവും വിലയേറിയതുമായ സമയമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ദൈവവചനം പഠിക്കുന്നത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് നാം പഠിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 11, 12 അധ്യായങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചിന്തിച്ചത്. നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് വരാം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 13-ാം അധ്യായത്തിലുള്ളത്. ഒന്ന്, യോശുവായ്ക്ക് കീഴടക്കുവാൻ കഴിയാതിരുന്ന രാജ്യങ്ങളുടെ അതിരുകൾ ഇവിടെ നിർണയം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, 2.5 ഗോത്രത്തിൻ്റെ അവകാശം യോശുവ പങ്കിട്ട് നൽകുന്നു എന്നതാണ്. ഈ 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. എന്നാൽ അതിനകത്ത് ചില ആത്മീക സത്യങ്ങൾ, ദൈവിക സന്ദേശങ്ങൾ, ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മുടെ മുൻപിലുണ്ട് എന്ന് നാം മറക്കരുത്. 13-ന്റെ 1-ാം വാക്യം നമുക്ക് ഇന്ന് ഇതിൻ്റെ പ്രാരംഭ ചിന്തയ്ക്കായിട്ട് എടുക്കാം. എന്താണ് 1-ാം വാക്യത്തിൽ പറയുന്നത്? യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇനിയും ശേഷിച്ചിരിക്കുന്ന ദേശം എന്തെന്നാൽ മിസ്രയീമിൻ്റെ കിഴക്കുള്ള സീഹോർ മുതൽ വടക്കോട്ട് കനാന്യർ ഉള്ളതെന്ന് എണ്ണി വരുന്ന എക്രോന്റെ അതിർവരെയുള്ള ഫലസ്തീയ ദേശങ്ങളൊക്കെയും, ഫലസ്തീൻ നാട്ടിലെ കുറെ രാജ്യങ്ങളുടെ പേരുകൾ പറയുകയാണ്. അത് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ 6-ാം വാക്യത്തിൽ ലെബാനോൻ മുതൽ മിസ്രൈഫാത്ത് മയീം വരെയുള്ള പർവ്വതവാസികൾ ഒക്കെയും എല്ലാ സീദോനിലും തന്നെ ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നീക്കിക്കളയും. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ഇസ്രായേലിന് അത് അവകാശമായി വിഭാഗിച്ചാൽ മതി. വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിട്ടുണ്ട്. വയസ്സ് ചെന്ന് വൃദ്ധനായ യോശുവയുടെ നല്ല പ്രായം മുഴുവനും ആലയത്തിലെ ശുശ്രൂഷയ്ക്കും മോശയോട് ചേർന്ന് ദൈവം കാണിച്ച വഴികളിലൂടെ വിശ്വസ്തയോടെ നടന്നു. വാർദ്ധക്യം വരെ തനിക്ക് പറ്റുന്നിടത്തോളം കാലം, വിളിക്കപ്പെട്ട നാൾ മുതൽ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കാലം മുതൽ മോശയോട് പറ്റി നിന്നു. അവർ തമ്മിൽ മനസ്സുകൊണ്ട് അത്രമാത്രം യോജിച്ചു നിന്നു. മോശയുടെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു യോശുവ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു മോശ. ഇതാണ് ജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നേതൃത്വം കൊടുക്കുന്നവൻ ദൈവവുമായിട്ട് ഹൃദയപ്രകാരമുള്ളവനായിരിക്കുകയും മറ്റുള്ളവർ ഹൃദയപ്രകാരം നേതൃത്വത്തോട് യോജിപ്പുള്ളവനായിരിക്കുകയും ചെയ്താൽ ഏത് ഫെലിസ്തീനെയും കീഴടക്കാനായിട്ട് സാധിക്കും. പ്രായം അതിനകത്തൊരു ഘടകമല്ല. 120 വയസ്സുള്ളവനായി മോശ മരിച്ചു. നമുക്കറിയാം, മോശ പിസ്ക കൊടുമുടിയിൽ വെച്ച് മരിച്ചു എന്ന് പറയുന്നു. മോശയെ അടക്കിയ സ്ഥലം ഇതുവരെയും ആരും കണ്ടിട്ടില്ല. മരിക്കുമ്പോൾ മോശയുടെ കണ്ണ് മങ്ങിയിട്ടില്ല, അവൻ്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടിട്ടില്ല, ദേഹബലം ക്ഷയിച്ചിട്ടുമില്ല. ആവർത്തന പുസ്തകം 34-ന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 120 വയസ്സ് വരെ യോശുവ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. വാർദ്ധക്യം അവനെ ബാധിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, വാർദ്ധക്യത്തെ മനോഹരമാക്കുന്നത് ആഴമേറിയ സമർപ്പണവും ഉത്തരവാദിത്വവുമാണ്. അതിന് പലപ്പോഴും നമ്മൾ നേരെ തിരിച്ചാണ്. വാർദ്ധക്യമാകുമ്പോൾ പലരും നിരാശയുടെ കാലങ്ങളാക്കി വാർദ്ധക്യത്തെ മാറ്റുകയാണ്. വാർദ്ധക്യം അടുക്കുമ്പോൾ പലരും നിരാശപ്പെടാറുണ്ട്. പ്രവർത്തിക്കുവാനുള്ള സമയം കഴിഞ്ഞുപോയി എന്ന് മറ്റു ചിലർ പറയാറുണ്ട്. പക്ഷേ യോശുവയുടെ ജീവിതത്തിൽ വാർദ്ധക്യത്തിൻ്റെ നാളുകൾ
ഏറ്റവും അധികം യഹോവയ്ക്ക് വേണ്ടി അധ്വാനിച്ച കാലങ്ങളായിരുന്നു. പ്രിയ ദൈവമക്കളെ, കാലേബിന്റെ പ്രായം അന്ന് ഏകദേശം 85 നിൽക്കും. 80കളിലാണ് കാലേബിന്റെ പ്രായം. ഞാൻ വിചാരിക്കുന്നു ഇവർ രണ്ടുപേരും സമപ്രായക്കാരായിരിക്കാൻ സാധ്യതകളുണ്ട്. രണ്ടുപേരും 80കളിലായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്നാൽ ഒരു പരിധിവരെ യോശുവ കാലേബിനേക്കാൾ വളരെ മൂത്തതായിരുന്നു എന്ന് പറഞ്ഞാലും അതായിരിക്കും കുറെ കൂടി ശരി എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം 85ാമത്തെ വയസ്സിൽ ഹോറേബിനെ കാലേബിന് അവകാശമായി കൊടുക്കുമ്പോൾ അന്ന് യോശുവായിക്ക് 110 വയസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, സമകാലീനരായിരുന്നെങ്കിലും സമപ്രായക്കാരനായിരുന്നില്ല കാലേബും യോശുവായും. യോശുവ തന്റെ വാർദ്ധക്യത്തിൽ ദൈവത്തിന് വേണ്ടി ധാരാളമായി ശുഷ്കാന്തിച്ചു, ദൈവത്തിന് വേണ്ടി ധാരാളമായി അധ്വാനിച്ചു. ഈ വചനം കേൾക്കുന്നവർ 75% പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്ന് എനിക്കറിയില്ല. പ്രായം ഏതുമാകട്ടെ ദൈവമക്കളെ, വാർദ്ധക്യമായാലും യൗവനമായാലും നമ്മുടെ മുൻപിൽ എന്നാണ് ഒരു മരണമെന്ന് നമ്മൾക്കറിയില്ലല്ലോ. ആകയാൽ കർത്താവിനെ സേവിക്കുന്നത് പ്രായം നോക്കിയിട്ടല്ല, ആരോഗ്യം നോക്കിയിട്ടല്ല, സ്നേഹിച്ചവന് വേണ്ടി എന്തൊക്കെ ജീവിതകാലത്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ ഭംഗി, ജീവിതത്തിന്റെ സൗന്ദര്യം, ജീവിതത്തിന്റെ കരുത്ത്, ജീവിതത്തിലെ പ്രത്യാശ എന്ന് പറയുന്നത്. ആരോഗ്യം നോക്കാതെ, ആയുസ് നോക്കാതെ, പിന്നാമ്പുറം നോക്കാതെ മുന്നിലേക്ക് ആഞ്ഞും കൊണ്ടുള്ള യാത്രയാണ് ആത്മീക ജീവിതത്തിൽ കർത്താവിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഞാൻ പറയട്ടെ, വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്ത് യോശുവയെ പോലെ മുൻപിട്ട് പോകേണ്ട നമ്മൾ വാർദ്ധക്യമാകുമ്പോൾ നിരാശയുടെ വാക്കുകൾ പറഞ്ഞ്, ജീവിച്ചത് മതിയെന്ന് പറഞ്ഞ്, എനിക്കിനി വയ്യ എന്ന് പറഞ്ഞ്, രണ്ടര ചത്തും വേരറ്റും എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്ന വാർദ്ധക്യം. അയ്യേ, അങ്ങനെ വേണ്ട, നമുക്കത് വേണ്ട. മറിച്ച് നമുക്ക് വളരെ പ്രത്യാശയോടെ നാളുകളെ മനസ്സിൽ ചിന്തിച്ച് മുൻപോട്ട് പോകണം. യോശുവയെ ദൈവം ഉപയോഗിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു, ദൈവജനത്തിന് വേണ്ടി വിശ്രമരഹിതമായി അധ്വാനിച്ച് ചുറ്റുപാടുള്ള സകല നാട്ടുരാജ്യങ്ങളെയും കീഴടക്കി ദൈവജനത്തിന് സ്വസ്ഥത കൊടുത്തു യോശുവ. എന്നാൽ തീർന്നില്ല, അവന്റെ അതിർത്തികളെ മാറ്റി വരച്ചു. ഇനിയും അവന് ഏറെ കീഴടക്കാനുണ്ട്. പക്ഷേ യോശുവയുടെ വാർദ്ധക്യം വലിയവനായ ദൈവം അറിഞ്ഞു. ദൈവമക്കളെ, യോശുവയുടെ ആരോഗ്യക്കുറവ് വലിയവനായ ദൈവം അറിഞ്ഞു. ഓർക്കണേ, ഞാൻ ഈ ഭാഗം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ആരോഗ്യക്കുറവ് നമ്മുടെ ദൈവത്തിന് അറിയാം, നമ്മുടെ വാർദ്ധക്യം നമ്മുടെ ദൈവത്തിന് അറിയാം, നമ്മുടെ വയ്യായിക നമ്മുടെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് വേണ്ടി വളരെ ശുഷ്കാന്തിക്കുക എന്നതാണ് ദൈവം നോക്കുന്നത്. എത്രത്തോളം ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, കഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ, വേദനകൾ ഏറ്റെടുക്കാൻ, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുമോ അതിൻ്റെ മാക്സിമത്തിലായിരിക്കണം നമ്മൾ. ക്രിസ്തുവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഒരു ഭൃത്യനാകണം നമ്മൾ. ഞാൻ ഈ നാളിൽ അതിനെക്കുറിച്ച് വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വെക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി നീക്കി വെക്കണം നമ്മുടെ വാർദ്ധക്യം. അത് വേറെ ആർക്കും വിറ്റ് കളയരുത്. മക്കൾക്കും സ്വത്ത് സമ്പാദനത്തിനും കച്ചവടം നടത്താനും ജോലിക്ക് പോകാനുമായി ഒരിക്കലും നമ്മുടെ വാർദ്ധക്യം നീക്കി വയ്ക്കരുത് എന്നാണ് എൻ്റെ അപേക്ഷ. ഗവൺമെന്റ് സർവീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ, റിട്ടയർഡ് ആയാലും വീണ്ടും പലരും ജോലിക്ക് പോകും, വീണ്ടും അടുത്ത കമ്പനിയിൽ ജോയിൻ ചെയ്യും, അടുത്ത ജോലിക്ക് വേണ്ടി ശ്രമിക്കും.
വളരെ വിനയത്തോടെ ക്ഷമാപണത്തോടെ എൻ്റെ പ്രിയ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞോട്ടെ, ഒരു ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാൽ ആ റിട്ടയർമെന്റ് മുതൽ ശവക്കുഴി വരെയുള്ള ജീവിതം യേശുവിന് കൊടുത്തുകൂടെ? യേശുവിന് കൊടുത്തുകൂടെ? നമ്മുടെ കൂടെ ജോലിയിൽ പ്രവേശിച്ച പലരും റിട്ടയർമെന്റ് എടുക്കാൻ സാധിച്ചില്ലല്ലോ, പെൻഷൻ പറ്റാൻ കഴിഞ്ഞില്ലല്ലോ. ജീവിതയാത്രയിൽ എന്നോ ഒരിക്കൽ അവർ രോഗികളാകുകയോ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്തില്ലേ? എന്നാൽ കൃപയാൽ 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 നമുക്ക് നമ്മുടെ സർവീസിൽ നിന്ന് വിരമിക്കാൻ ദൈവം ഭാഗ്യം തന്നല്ലോ. 60 വയസ്സ് വരെ അല്ലെങ്കിൽ 65 വയസ്സ് വരെ ജോലി ചെയ്യാൻ ദൈവം ആരോഗ്യവും ബലവും തന്നല്ലോ. അത്രയും കാലം ഈ ലോകത്ത് അധ്വാനിച്ചു, സമ്പാദിച്ചു, മക്കളുടെ കാര്യങ്ങളെല്ലാം നടത്തി. പറയട്ടെ, ശേഷിക്കുന്ന കാലം ഇനിയും ജോലിക്ക് പോകല്ലേ, ഇനിയും പണമാർജിക്കാൻ പോകല്ലേ, ഇനിയും പണം സമ്പാദനത്തിന് പോകല്ലേ. ഇനിയുള്ള കാലം ഈ പ്രായം വരെ ആരോഗ്യം തന്ന, മക്കളെ തന്ന, കുടുംബം തന്ന, ജോലി തന്ന, സമ്പാദ്യങ്ങൾ തന്ന, എല്ലാറ്റിനും ഉപരിയായി എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന എൻ്റെ യേശുവിന് വേണ്ടി ജീവിച്ച് 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 എരിഞ്ഞ് തീരണം. അതിനുവേണ്ടി കൊതിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. മക്കളോട് പറയണം ആ വിവരം, മക്കളെ അറിയിക്കണം ആ കാര്യം. മക്കളെ, പപ്പയ്ക്കും മമ്മിക്കും ഇനി അധ്വാനിക്കാൻ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ധനാഗമന മാർഗത്തിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. എനിക്കെൻ്റെ യേശു കർത്താവിൻ്റെ വേല ചെയ്യണം, അതിനുവേണ്ട സൗകര്യങ്ങൾ മക്കൾ എനിക്ക് ഒരുക്കി തരണം, അതിനുവേണ്ടി എനിക്ക് പ്രവർത്തിക്കണം. കൂട്ടായ്മകൾക്ക് പോകണം, വചനം പ്രസംഗിക്കണം, നശിച്ചു പോകുന്ന ആത്മാക്കളോട് ദൈവവചനം പറയണം, യേശു കർത്താവിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ട് പപ്പായ്ക്കുള്ളത് മമ്മിക്കുള്ളത് മക്കൾക്ക് തരികയാണ്. ഇനിയുള്ള പപ്പയുടെയും മമ്മിയുടെയും ജീവിതം യേശു കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവന് വേണ്ടി ജീവിച്ച് ഏതെങ്കിലും വിധത്തിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ ഞാൻ പപ്പ മമ്മി സമർപ്പിക്കുകയാണ് മക്കളെ എന്ന ഒരു വാക്ക് വിദേശത്തുള്ള മക്കളെ വിളിച്ചെന്ന് പറഞ്ഞുകൂടെ? ദൈവത്തിന് സ്തോത്രം. വാർദ്ധക്യമെങ്കിലും ദൈവത്തിന് കീഴടങ്ങാതെ ജീവിച്ചിട്ട് എങ്ങോട്ടാ പോണേ? എവിടെ പോകാമെന്നാ ചിന്തിക്കുന്നേ? പാസ്റ്ററും അച്ഛനും തിരുമേനിയും വിചാരിച്ച സ്വർഗത്തിൽ പോകാമെന്നാണോ ചിന്തിക്കുന്നത്? അല്ല അല്ല, നടക്കില്ല, നടക്കില്ല. അവരെല്ലാം ആ കാര്യത്തിൽ നിസ്സഹായരാണ്, മക്കൾ ആ കാര്യത്തിൽ നിസ്സഹായരാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സമർപ്പണം, നമ്മുടെ തീരുമാനം, നമ്മുടെ ഏറ്റുപറച്ചിൽ, നമ്മുടെ അനുതാപം, നമ്മുടെ മാനസാന്തരം, നമ്മുടെ വീണ്ടും ജനനം, നമ്മളുടെ കർത്താവിനോടുള്ള സ്നേഹം, ഇതൊക്കെയാണ് അതിനുള്ള ഘടകങ്ങൾ. അത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം സുഹൃത്തെ, നോക്കണം. കർത്താവ് ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും തന്നെങ്കിൽ ശേഷിക്കുന്ന കാലം കർത്താവിന് വേണ്ടി നിൽക്കണം. അതിന് പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച, പ്രായമായി കഴിഞ്ഞാൽ കൊച്ചുമക്കളെ വളർത്തലിനകത്ത് എല്ലാവരും അങ്ങ് ഫെഡപ്പായി പോവുകയാണ്. കൊച്ചുമക്കളെ വളർത്തുക, കൊച്ചുമക്കളെ ഓമനിച്ച് കൊച്ചുമക്കളോട് കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ചെയ്യണ്ട എന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിനല്ല പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. കർത്താവിനോട് കൂടിയുള്ള ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കണം. മക്കളെ വളർത്താനുള്ള ഉത്തരവാദിത്വം അവരുടെ കയ്യിൽ ചുമതലപ്പെടുത്തണം. യേശുവിന് വേണ്ടി അധ്വാനിക്കണം. വാർദ്ധക്യം യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ളതാണ്. വാർദ്ധക്യം ശത്രുക്കളെ കീഴടക്കാനുള്ളതാണ്. വാർദ്ധക്യം ആത്മീയമായ ജയജീവിതത്തിനുള്ളതാണ്. വാർദ്ധക്യം കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ മാത്രമുള്ളതാണ് എന്ന് ഞാൻ പറയും. വെട്ടിക്കൂട്ടാനും കച്ചവടത്തിനും
ബ്ലഡ് ബാങ്ക് നടത്താനും അവിഹിതമായ കാര്യങ്ങളിൽ ഏർപ്പെടാനും രാഷ്ട്രീയത്തിനും പോകാനുള്ളതല്ല. അല്ല. ചിലർ വിചാരിക്കും റിട്ടയർഡായി ഇനി അല്പം രാഷ്ട്രീയമാകാം. കഴിഞ്ഞ ദിവസം ഞാനൊരു സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, രാഷ്ട്രീയത്തിലൂടെ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നോട് പറഞ്ഞ വാചകം അതാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ. സാമൂഹ്യ പ്രവർത്തനങ്ങളല്ല, സുവിശേഷ വേല. ജീവകാരുണ്യ പ്രവർത്തികളല്ല, സുവിശേഷ വേല. സുവിശേഷ വേല എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ആ കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അതാണ് സുവിശേഷം. അതാണ് കൈമാറേണ്ടത്. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയരെ, ദൈവത്തിനായി സമർപ്പിക്കൂ. നമുക്ക് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു നേതാവുണ്ട്. അവൻ നല്ലവനാണെന്ന് വിളിച്ചു പറയൂ. അവന്റെ വചനം സത്യമാണെന്ന് വിളിച്ചു പറയൂ. അവന്റെ വചനത്തിന്റെ മുൻപിൽ നിൽക്കൂ. അതാണ് നമ്മൾക്ക് അനിവാര്യം. എല്ലാവരും സംശുദ്ധമായ രാഷ്ട്രീയം പ്രസംഗിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും. അവസാനം കറപ്റ്റഡായി, അനീതിക്ക്, അഴിമതിക്ക്, അശുദ്ധിക്ക് എല്ലാം മൗനമായിട്ടെങ്കിലും കൂട്ടുനിൽക്കേണ്ടി വരുന്നു. നമ്മൾ അതിനെല്ലാം ഓഹരിക്കാരാകേണ്ടി വരികയാണ്. കാരണം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി അങ്ങനെയുള്ളതായിപ്പോയി എന്ന് നമുക്ക് പറയാം. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇത്ര തിക്കുകൊള്ളുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലാണ് താങ്കളെങ്കിൽ രാഷ്ട്രീയത്തിനല്ല, സുവിശേഷത്തിനായി താങ്കളുടെ ജീവിതം സമർപ്പിക്കണം. ശേഷിക്കുന്ന കാലം കർത്താവിന് കൊടുക്കണം. പ്രിയ ദൈവമക്കളെ, യോശുവയെ കണ്ടുപിടിക്കൂ. യോശുവയുടെ വാർദ്ധക്യം അത് ഏറ്റവും മനോഹരമായി യോശുവ ഉപയോഗിച്ചു. 110 വയസ്സ് വരെ ജീവിച്ചു, ആരോഗ്യത്തോടെ ജീവിച്ചു. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കാണാം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ഭൂമിയിലെ രാജ്യങ്ങളുടെ അതിർത്തി വരെ അറിയാം. രാജ്യങ്ങളുടെ അതിർത്തി അറിയാം. എന്തിന്? നാം ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ കാണാം, ഗിദെയോനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ഗിദെയോനെ, നിന്റെ വീട്ടിലെ രണ്ടാമത്തെ കാളയായ ഇളയ കാളയെ എനിക്കറിയാം, കാളയെ അറിയാം, തൊഴുത്തിൽ നിൽക്കുന്ന മൃഗത്തെ ദൈവത്തിനറിയാം. ഈ ഭൂമിയിൽ നമ്മുടെ എല്ലാം അതിർത്തികൾ അറിയാം. നമ്മുടെ മക്കളെ അറിയാം, നമ്മളുടെ പെരുമാറ്റത്തെ അറിയാം, നമ്മുടെ ചിന്തകളെ അറിയാം, നമ്മുടെ മനോഭാവങ്ങളെ അറിയാം. നമ്മളുടെ ദേശത്തിന്റെ അതിർത്തി അവനറിയാം. ഇതുപോലൊരു ദൈവം, ഇത്ര നല്ലൊരു ദൈവം, ഇതെല്ലാം അറിയാവുന്ന ഒരു ദൈവം നമ്മുടെ കൂട്ടാളിയാണ്, നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ പിതാവാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ നാഥനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. നിങ്ങൾ അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, യോശുവയെ, ഇനി നീ യുദ്ധത്തിന് പോകണ്ട, നമുക്ക് പ്രായമായി, നീ വയസ്സ് ചെന്നു, നീ വൃദ്ധനായി, നീ എൻ്റെ അടുത്തേക്ക് വരാൻ കാലമായി. എന്നിട്ട് 6-ാം വാക്യത്തിൽ പറയുക, ലെബാനോൻ മുതൽ മിസ്രൈമോത്ത് താഴ്വര വരെയുള്ള പർവ്വതനിവാസികളൊക്കെയും എല്ലാ സീദോനിലും തന്നെ ഇവരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ആര്? യഹോവയായ ദൈവം അവരെ നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ യഹോവ യുദ്ധം ചെയ്ത് അവരെ ഓടിക്കും. യോശുവയോട് പറഞ്ഞു, നീ പങ്കുവെക്കുമ്പോൾ ഈ പറയുന്ന
നാട്ടുരാജ്യങ്ങളുടെ സ്ഥലം ദൈവജനത്തിന് വേണ്ടി അവകാശം പറഞ്ഞിട്ട് പോയിക്കോ. വിഭാഗിക്കുമ്പോൾ ആ ശത്രുപക്ഷത്തുള്ള സ്ഥലവും കൂടി വിഭാഗിച്ചിട്ട് പോയിക്കോ, അവർക്ക് ഞാനത് കൊടുത്തോളാം. ദൈവമക്കളെ, യഹോവയായ ദൈവം വീര്യം പ്രവർത്തിക്കുന്നവനാണ്. യഹോവയായ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ശത്രുക്കളുടെ കയ്യിലിരിക്കുന്ന രാജ്യങ്ങളെ ഇനി നീ യുദ്ധത്തിന് പോകണ്ട, ഞാനത് അവർക്ക് കീഴടക്കി കൊടുത്തുകൊള്ളാം. നീ ദേശം വിഭാഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. വെട്ടിപ്പിടിച്ചിടത്തോളം, കീഴടക്കിയിടത്തോളം, സ്വന്തമാക്കിയിടത്തോളം സ്ഥലങ്ങൾ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുക്കൂ യോശുവ. അതും കൂടി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗമാണ്. അങ്ങനെയാണ് യോശുവയുടെ ശുശ്രൂഷ കാലം പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവം പറഞ്ഞതൊക്കെയും യോശുവ ചെയ്തിട്ടാണ് പോയത്. ദൈവം ഏൽപ്പിച്ചതെല്ലാം ചെയ്തിട്ടാണ് പോയത്. ഒന്നും അവൻ ബാക്കി വെച്ചില്ല. ഇനി യുദ്ധത്തിലേക്ക് പോയാൽ ഈ ദേശം വിഭാഗിച്ചു കൊടുക്കുന്നത് നിനക്ക് നടത്താൻ കഴിയാതെ പോകും. അതുകൊണ്ട് നീ ഗോത്രങ്ങൾക്ക് ദേശം വിഭാഗിച്ചു കൊടുക്കണം, അവകാശ ദേശങ്ങളെ പങ്കുവെച്ചു കൊടുക്കണം. ഇതാണ് യോശുവായ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത്. കീഴടക്കാനുള്ള സ്ഥലവും കൂടി അവകാശത്തിൽ ഉൾപ്പെടുത്തിക്കോ, ഞാനത് അവർക്ക് കൊടുത്തോളാം. ഒരു നല്ല ഉറ്റ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ സംസാരിച്ചു. സർവജ്ഞാനിയായവൻ ഈ ലോകത്തുള്ള സകലതും അറിയുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി അറിയാവുന്ന ഒരു ദൈവം ജീവിക്കുന്നെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആനന്ദമില്ലേ? ആ ദൈവം എന്റെയും ദൈവമാണെന്ന് കേൾക്കുമ്പോൾ അതിനേക്കാളേറെ ആനന്ദമില്ലേ? അത്ര നല്ല ദൈവത്തിന് വേണ്ടി ശേഷിക്കുന്ന ജീവിതം കരങ്ങളിൽ ഏൽപ്പിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, 12-ാം വാക്യത്തിൽ വരുമ്പോൾ മോശ തോൽപ്പിച്ച് നീക്കിക്കളഞ്ഞിരുന്നു കുറേ ദേശത്തെ. ബാക്കിയുള്ളവരെ യോശുവ തോൽപ്പിച്ചു. യോശുവയും ബാക്കി വെച്ചവരെ യഹോവ ശേഷിപ്പിച്ചു. ഇനി യോശുവയുടെ നിയോഗം ഒരു പ്രമാണരേഖ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇന്നും ഇസ്രായേലിന് അതാണ് പ്രമാണരേഖ. യഹോവയായ ദൈവം അബ്രാഹാമിന് ദാൻ മുതൽ ബേർശേബ വരെ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ ദേശം ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേൽ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അത് സ്വന്തമാക്കാതെ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവിടെയുള്ളവർ എത്ര ശക്തരും പ്രബലരുമാണെങ്കിലും ദൈവമാണ് വഴികൾ ഒരുക്കുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത് തൻ്റെ മക്കൾക്ക് കൊടുത്തത് യഹോവയായ ദൈവം വാങ്ങിക്കൊടുത്തിരിക്കും. അതിനകത്ത് ഇസ്മായേലിന്റെ സന്തതികൾക്ക്, ജാതീയ രാജാക്കന്മാർക്ക്, ലോകത്തിലെ പ്രഭുക്കന്മാർക്ക് ഒരവകാശവുമില്ല. ദൈവത്തിന്റെ ജനത്തിന് കൊടുത്തതാണ്. പ്രിയരെ, ആ കർത്താവിനോട് ചേർന്ന് വിശുദ്ധിയോടെ നിൽക്കാൻ വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദേശം വിഭാഗിക്കുന്നത് 13-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് അതാണ്. എന്നാൽ അതിലൊരു പ്രത്യേകത കാണുന്നത്, ലേവി ഗോത്രത്തിന് ഒരു ഭാഗവും കൊടുത്തില്ല. ലേവി ഗോത്രത്തിന് ഒരംശം കൊടുത്തില്ല. ലേവി ഗോത്രം ദൈവത്തെ ശുശ്രൂഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്ക് ഈ ലോകത്തിൽ ഒരവകാശവുമില്ല. വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഈ ലോകത്തിനൊരു അവകാശവുമില്ല. നമുക്ക് വീണ്ടും ചിന്തിക്കാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം. കർത്താവേ, നീ അവരെ കരുതിക്കൊള്ളണമേ, അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരെയും വാർദ്ധക്യത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിലുള്ള ആയുഷ്കാലം നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെടാൻ ഈ സന്ദേശം എല്ലാവരെയും സഹായിക്കണം. ഒരു സമർപ്പണത്തിലേക്ക് നടത്തണമേ, ഒരു ഏറ്റുപറച്ചിലേക്ക് നടത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ